പാലക്കാട്ടെ കോൺഗ്രസ് വിജയത്തിന്റെ പിതൃത്വം എസ്.ഡി.പി.ഐക്കും ജമാഅത്തെ ഇസ്ലാമിയും പങ്കുവയ്ക്കുമ്പോൾ തട്ടിലിന്റെ വാക്കും കീറിയ ചാക്കും ക്രിസ്ത്യാനിക്ക് ഒരുപോലെന്ന് വിമർശനം. പാലക്കാട് വിജയത്തിന് കോൺഗ്രസ് നൽകേണ്ടി വരിക വലിയ വിലയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട്ടിൽ പ്രിയങ്കയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ കോൺഗ്രസും കത്തോലിക്ക സഭയും മറുപടി പറയേണ്ടി വരിക നിരവധി ചോദ്യങ്ങൾക്കാണ്. മുനമ്പ് വിഷയത്തിൽ വഖഫ് ബില്ലിൽ ഭേദഗതി വരുത്തി വഖഫ് ഭീകരത അവസാനിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മെത്രാന്മാരും വൈദികരും മുനമ്പത്തെത്തി ഘോരഘോരം പ്രസംഗിക്കുകയും ഇടതിനെയും വലതിനെയും പാഠം പഠിപ്പിക്കുമെന്ന വീരവാദം മുഴക്കുകയും ചെയ്തതാണ്. എന്നാൽ വയനാട്ടിലെ വൈദികർ പ്രിയങ്കയ്ക്ക് പ്രചാരണത്തിനായി ദേവാലയത്തിന്റെ ഉൾവശം വരെ വിട്ടു നൽകുകയാണ് ഉണ്ടായത്. സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുമെന്ന് പണ്ട് ആരോ പറഞ്ഞത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വിശ്വാസ സമൂഹമായി മാറിയിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം. ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ ചാനലുകളിലും പ്രസംഗങ്ങളിലും വാനോളം പൊക്കിയ സഭ യഥാർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. രണ്ട് മണ്ഡലങ്ങളും നിലനിർത്തിയെങ്കിലും കോൺഗ്രസും നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കോൺഗ്രസിനെ ലീഗ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്നുയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഫലപ്രഖ്യാപനത്തിനു ശേഷം വിവിധ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ. റിസൾട്ട് വന്ന ശേഷം എസ്.ഡി.പി.ഐ പാലക്കാട് നടത്തിയ പ്രകടനം എല്ലാവരുടെയും കണ്ണുകൾ തുറപ്പിക്കുന്നതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം എസ്.ഡി.പി.ഐയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പങ്കുവെച്ചെടുത്തപ്പോൾ എന്താണ് പാലക്കാട് വിജയത്തിൽ കോൺഗ്രസിന്റെ റോളെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്.